HSA സോഷ്യൽ സയൻസിലെ പൊളിറ്റിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് 42ാം ഭരണഘടനാ ഭേദഗതി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുടെ ശില്പി. ആൻസർ സർദാർ വല്ലഭായ് പട്ടേൽ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കൂറുമാറ്റ നിരോധന നിയമം പാസ്സായത് 1985. നാലാമത്തെ ക്വസ്റ്റ്യൻ, പാർലമെൻറ്റിൽ അംഗമല്ലാതെ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി ആരാണ്? ആൻസർ ദേവഗൗഡ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യ കാവൽ പ്രധാനമന്ത്രി. ആൻസർ ഗുൽസാരിലാൽ നന്ദ. ആറാമത്തെ ക്വസ്റ്റ്യൻ, മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദം ഏത്? ആൻസർ 21ാം അനുച്ഛേദം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഇലക്ഷൻ കമ്മീഷൻ്റെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? ആൻസർ 6 വർഷം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, സമ്മതിദാന ദിനം എന്നാണ്? ആൻസർ ജനുവരി 25. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രാജിക്കത്ത് നൽകുന്നത് ആർക്ക്? ആൻസർ എ ആണ് രാഷ്ട്രപതി. പത്താമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യ പാകിസ്ഥാൻ സിംല കരാറിൽ ഒപ്പുവെച്ച രാഷ്ട്ര നേതാക്കൾ ആരെല്ലാം? ആൻസർ ഇന്ദിരാഗാന്ധി, സുൽഫിക്കർ അലി ഭൂട്ടോ. 11ാമത്തെ ക്വസ്റ്റ്യൻ, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് രൂപം നൽകണമെന്ന് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്? ആൻസർ ഭാഗം 4. 12ാമത്തെ ക്വസ്റ്റ്യൻ, നിയമവാഴ്ച എന്ന ആശയത്തിൻ്റെ വക്താവ് ആരാണ്? ഓപ്ഷൻ സി ആണ് AV ഡെയ്സി. നെക്സ്റ്റ്, നിർദ്ദേശക തത്വങ്ങളുടെ സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സമൂഹത്തിൻ്റെ ക്ഷേമത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. നടപ്പിലാക്കാൻ പ്രത്യേക നിയമനിർമ്മാണം ആവശ്യമാണ്. ധാർമ്മികവും രാഷ്ട്രീയവുമായ അനുമതിയുണ്ട്. അപ്പോൾ 1, 2, 4 ആൻസർ. 14ാമത്തെ ക്വസ്റ്റ്യൻ, കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടാത്തവ ഏവ? 4 ഓപ്ഷനാണുള്ളത്. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഉദ്യോഗസ്ഥ വൃന്ദം, സുപ്രീം കോടതി. ഇതിൽ ഉൾപ്പെടാത്തത് സുപ്രീം കോടതിയാണ്.